Okay. The first question: the evolving history of humankind, of its social grouping and interrelations, of its institutions, and of its ways of thinking are largely determined by the changing modes of its material production. Human consciousness is constituted by an ideology. People are historically located. Which school of criticism is implied here? Marxism. Marxist. Marxism. Okay. മാർക്സിസ്റ്റ് ലിറ്ററി ക്രിറ്റിസിസം ആണ്. ഓക്കെ, നമുക്കിനി ഓരോ പോയിന്റ്സ് നോക്കാം. ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊടുക്കാതെ മാക്സിമം പോയിന്റ്സ് മാക്സിമം കോൺസെപ്റ്റ്സ് ഒരു ക്വസ്റ്റ്യനിലോട്ട് കൊണ്ടുവരാനാണ് ശ്രമം ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ ആ പോയിന്റ്സ് എല്ലാം ഈസി പെട്ടെന്ന് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിക്കുന്നത്. The evolving history of humankind, of its social groupings and interrelations, of its institutions and of its ways of thinking are largely determined by the changing mode of its material production. അതായത് മാർക്സിസ്റ്റ് ക്രിറ്റിസിസത്തിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു നോഷനാണ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. മാർക്സിസ്റ്റ് ഹിസ്റ്റീരിയോഗ്രഫി അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ചരിത്ര രചന എന്ന് മലയാളത്തിൽ പറയുന്നത് മാർക്സിസ്റ്റ് ഹിസ്റ്റീരിയോഗ്രഫി ശരിക്കും ഡിറൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ മോഡ് ഓഫ് പ്രൊഡക്ഷന്റെ ട്രാൻസ്മിഷൻ ആണ്. അതായത് ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്നും മറ്റൊരു മോഡ് ഓഫ് പ്രൊഡക്ഷനിലേക്കുള്ള ട്രാൻസിഷൻ ആണ് ശരിക്കും ഹിസ്റ്റോറിക്കൽ ചേഞ്ചിന്റെ ഒരു സ്ട്രക്ചർ എന്ന് മാർക്സിസം പറയുന്നത്. നമ്മൾ നോർമൽ ഹിസ്റ്ററിയിൽ പറയുമ്പോൾ ഒരു ഇവന്റ് കഴിഞ്ഞ് മറ്റൊരു ഇവന്റിലേക്ക് പോകാമെന്നാണ് നോർമൽ ഹിസ്റ്ററി പറയുന്നത്. അതിനെയാണ് ലീനിയർ ഹിസ്റ്ററി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെറ്റഫിസിക്സ് എന്നൊക്കെ പറയും ഫിലോസഫിയിൽ. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പാരലൽ ഹിസ്റ്ററി മാർക്സിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മാർക്സിസ്റ്റ് ഹിസ്റ്റീരിയോഗ്രഫി. ആ മാർക്സിസ്റ്റ് ഹിസ്റ്റീരിയോഗ്രഫിയിൽ അവർ പറയുന്നത് ഹിസ്റ്ററിയുടെ ചേഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേൾഡിലെ ഹിസ്റ്ററിയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ചേഞ്ച്, ഹിസ്റ്ററി എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോഴ്സ് ഓഫ് ചേഞ്ച് ആണ്, മാറ്റത്തിന്റെ ഒരു പാതയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. മാറ്റങ്ങളെ കുറിച്ചാണ് ഹിസ്റ്ററി എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് മാറ്റം തന്നെയാണ് ശരിക്കും. അപ്പോൾ ഈ മാറ്റം ശരിക്കും സംഭവിക്കുന്നത് ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്നും വേറൊരു മോഡ് ഓഫ് പ്രൊഡക്ഷനിലുള്ള സൊസൈറ്റിയുടെ മാറ്റമാണെന്ന്, അല്ലെങ്കിൽ വേൾഡിന്റെ മാറ്റമാണ് എന്നാണ് പുള്ളി പറയുന്നത്. അതായത് ഫണ്ടമെന്റൽ ടു ദി ഹ്യൂമൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് ഈ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അപ്പൊ ആ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന ചേഞ്ചിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ചരിത്രത്തെ വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും പറ്റൂ എന്നാണ് മാർക്സ് പറയുന്നത്. അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ കൊടുത്തത്. ഇവോൾവിംഗ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ്, ഓഫ് ഇറ്റ് സോഷ്യൽ ഗ്രൂപ്പിംഗ്, ഇന്റർ റിലേഷൻസ്, ഇറ്റ്സ്, അതായത് എല്ലാം ഒരു ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ച എല്ലാ കോൺസെപ്റ്റുകളും ഇതിൽ ഓറിയന്റഡ് ആണ് എന്ന് പറയുന്നു. ഹ്യൂമൻ കോൺഷ്യസ്നസ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ആൻ ഐഡിയോളജി. അതായത് മനുഷ്യന്റെ കോൺഷ്യസ്നസ്, മനുഷ്യന്റെ ചിന്താധാര, അല്ലെങ്കിൽ മനുഷ്യന്റെ കളക്റ്റീവ് കോൺഷ്യസ്നസ് ആവട്ടെ, മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്ന ഭൗതിക തലം എന്ന് പറയുന്നത് പലപ്പോഴും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ഫോം ചെയ്തിരിക്കുന്നത്, അതിനെ ഉരുവപ്പെടുത്തിയിരിക്കുന്നത് ശരിക്കും ഒരു ഐഡിയോളജി ആണെന്നാണ് പറയുന്നത്. ഓരോ കാലഘട്ടത്തിലെയും ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഐഡിയോളജി ആയിരിക്കും ആ സമയത്തെ ആളുകളുടെ ബൗദ്ധിക തലത്തെ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബൗദ്ധിക തലത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും അതിനെ ക്രിയേറ്റ് ചെയ്യുന്നതും. ഇപ്പൊ ഡെമോക്രസി ഒരു ഐഡിയോളജി ആണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ ആൾക്കാരെ ഒരുപാട് പേരെ അവരുടെ കോൺഷ്യസ്നെസ്സിനെ, നമ്മളിപ്പോൾ പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അടക്കമുള്ള കാര്യങ്ങൾ ഈ ഡെമോക്രാറ്റിക് തോട്ട് പ്രോസസ്സിൽ നിന്നോ, അല്ലെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷനിൽ തുടങ്ങിയ ഈക്വാലിറ്റി, ലിബർട്ടി, ഫ്രെറ്റേണിറ്റി എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ, അല്ലെങ്കിൽ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു മോഡേൺ വേൾഡിലെ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഒരു ഐഡിയോളജിയുടെ ഔട്ട്പുട്ടാണ് നമ്മൾ പറയുന്ന പല കാര്യങ്ങളിലും. നമ്മുടെ റൈറ്റ്സ് എന്ന് പറയുന്നത്, ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് പോലും അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോൺഷ്യസ്നസ് ഈസ് ഫോംഡ് അല്ലെങ്കിൽ ക്രിയേറ്റഡ് ബൈ ഓർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ an ideology which might be the prominent ideology of that time. People are historically located. അതായത് people are not merely culturally located, people are not religiously located, people are not politically located, rather people are culturally located in the sense historically located in the sense history is something that consists everything. ഹിസ്റ്ററിയിലാണ് റിലീജിയൻ ആവട്ടെ, കൾച്ചർ ആവട്ടെ, പൊളിറ്റിക്സ് ആവട്ടെ, ഇക്കണോമിക്സ് ആവട്ടെ, എല്ലാം ഹിസ്റ്ററിയുടെ ഭാഗമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പീപ്പിൾ ആർ ഹിസ്റ്റോറിക്കലി ലൊക്കേറ്റഡ് എന്ന് മാർക്സ് പറയുന്നത്. സോ ഇത് മൂന്നും മാർക്സിസ്റ്റ് ലിറ്ററി ക്രിറ്റിസിസത്തിന്റെ ഡൈമെൻഷൻസ് ആണ്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഓഫ് ദ ഓപ്ഷൻസ്. ഞാൻ കുറെ ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ഓപ്ഷൻ ഒഴിച്ച് അല്ലെങ്കിൽ ഒരു പോയിന്റ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും പേഴ്സ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ഇതാണ്, കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കി. നിങ്ങൾ കിട്ടിയത് എന്നോട് പറയാം.
നിങ്ങൾ കണ്ടുപിടിച്ച പേഴ്സ് എന്നോട് പറയുക. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ദാസ് ക്യാപിറ്റൽ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ദാസ് ക്യാപിറ്റൽ ഒരുമിച്ച് പോവോ? Commodification of labor. Commodification of labor. Commodification of labor എവിടെ വരും? Communist manifesto. അല്ലല്ല, അതിൽ പറയുന്നുണ്ടാവും, പക്ഷെ ഇവിടെ അതിൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. Das Capital in 1848 Communist Manifesto. 1867 അല്ലേ ദാസ് ക്യാപിറ്റൽ? ഏതാ ആദ്യം? Communist Manifesto 1848. ദാസ് ക്യാപിറ്റൽ 1867. ഉറപ്പാണോ? ആ ഉറപ്പാണ്. ദാസ് ക്യാപിറ്റൽ 1867 അല്ലേ? ദാസ് ക്യാപിറ്റൽ 1867. ഓക്കെ, അപ്പോ ദാസ് ക്യാപിറ്റൽ 1867 ആണെങ്കിൽ അടുത്ത വർക്ക് ഏതാ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇൻ 1848. ഓക്കെ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1848. ആദ്യം വന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയാണ്, അതിനുശേഷമാണ് ദാസ് ക്യാപിറ്റൽ വരുന്നത്. സോ ആ രണ്ട് പേര് കിട്ടി. ഇനി ബാക്കിയുള്ളത് നോക്കി. ഹെഗൽ ആണോ തീസിസ് ആന്റിതീസിസ്? ഹെഗൽ ആണോ തീസിസ്? ഓക്കെ, ഹെഗൽ ആണോ തീസിസ് ആന്റിതീസിസ്? എന്താ ആന്റിതീസിസ് ആന്റിതീസിസ്? എന്താണ് ആന്റിതീസിസ് ആന്റിതീസിസ്? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? ട്രൈ നോക്കി. നമ്മുടെ റെഗുലർ സ്റ്റുഡൻസ് എല്ലാം പഠിച്ചതല്ലായിരുന്നു, നമ്മൾ പഠിപ്പിച്ചതല്ലായിരുന്നു. ആലോചിച്ച് നോക്കി എന്താണ്, എന്തിന്റെ കോണ്ടെക്സ്റ്റിലാണ് അത് പറയുന്നത്? ഡയലക്റ്റിക്. ഓക്കെ, വാട്ട് ഡയലക്റ്റിക്സ്? In history. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിലാണ് പറയുന്നത്. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. പക്ഷെ അത് ഹെഗലിന്റെ കോൺസെപ്റ്റ് ആണ്. സോറി, ഇന്റലക്ച്വൽ പ്രൊപ്പോസിഷൻ അല്ലല്ലോ, ഇന്റലക്ച്വൽ പ്രൊപ്പോസിഷൻ ആണോ? എന്താ തീസിസ് ആന്റിതീസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ? ആർക്കും അറിയത്തില്ലേ? എല്ലാത്തിനും ഒരു ബൈനറി ഉണ്ട്. ബൈനറി ഉണ്ട്, ഫണ്ടമെന്റൽ ആണ്. ഓക്കെ ഫൈൻ, ബൈനറി ഉണ്ട്. എന്തിന്റെ കോണ്ടെക്സ്റ്റിലാ മാർക്സ് അല്ല ഹെഗൽ ആണത് പ്രപ്പോസ് ചെയ്യുന്നത്? എന്തിന്റെ കോണ്ടെക്സ്റ്റിലാണ് അത് പറയുന്നത് അറിയാവോ? ഹിസ്റ്ററി. ഓക്കെ, ഹിസ്റ്ററി. ഞാൻ പറഞ്ഞ പോലെ മാർക്സിസ്റ്റ് ഹിസ്റ്റീരിയോഗ്രഫിയുടെ ഭാഗമായിട്ട് പറയുന്നത്. പക്ഷെ ചേഞ്ചിന്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. മാർക്സ് പറയുന്ന ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഈസ് ഓഫ് വാട്ട് എന്നാണ് മാർക്സ് പറയുന്നത്? ഹിസ്റ്ററി ഓഫ് വേൾഡ് ഈസ് സംതിങ് മാക്സ് പറയുന്നുണ്ട്. ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഈസ് ഡാഷ് ഓഫ് ഡാഷ് എന്ന് പറയുന്നുണ്ട്. ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഈസ് എ ഹിസ്റ്ററി ഓഫ് ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ക്ലാസ് സ്ട്രഗിളിനെയാണ് ശരിക്കും തീസിസ് ആന്റിതീസിസ് സൂചിപ്പിക്കുന്നത്. അതായത് ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ അതൊരു കോമൺ ഡിനോമിനേറ്റർ അല്ല, മറിച്ച് ഒരു സ്പെസിഫിക് ഡിനോമിനേറ്റർ ആണ്.
തീസിസ് ആന്റിതീസിസ് എന്ന് പറയുന്ന ഒരു കോമൺ ഡിനോമിനേറ്ററിന്റെ ഒരു സ്പെസിഫിക് ഡിനോമിനേറ്റർ മാത്രമാണ് ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഇപ്പം ഏത് രീതിയിലുള്ള പവർ ഫംഗ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് തീസിസ് ആന്റിതീസിസ് കാണാൻ പറ്റും. ബേസിക്കലി മാർക്സിസം ഒരു സ്ട്രക്ചറലിസ്റ്റ് തിയറിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ബൈനറിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഹെഗലാണ് ശരിക്കും തീസിസ് ആന്റിതീസിസ് എന്ന് പറയുന്ന ഒരു ഐഡിയ നോഷൻ പ്രപ്പോസ് ചെയ്യുന്നത്. ഹെഗലിന്റെ അഭിപ്രായത്തിൽ രണ്ട് ഫോഴ്സസ് ഓൾവേസ് വിൽ മീറ്റ്, രണ്ട് പവേഴ്സ് ഓൾവേസ് വിൽ മീറ്റ്. വണ്ണും തീസിസും മറ്റത് ആ രണ്ട് പവേഴ്സ് തമ്മിലുള്ള ഫൈറ്റ്, രണ്ട് തീസിസുകൾ തമ്മിൽ ചേരുമ്പോൾ ഒരു ആന്റി തീസിസ് ഫോം ചെയ്യും. ആ പവേഴ്സ് തമ്മിലുള്ള കൊളീഷനിലൂടെയോ അല്ലെങ്കിൽ ഇന്റർവെൻഷനിലൂടെയോ ഒരു ഔട്ട്പുട്ട്, ഒരു തേർഡ് സംഭവം ഉണ്ടാവുന്നു. അതിനെയാണ് ആന്റി തീസിസ് എന്ന് പറയുന്നത്. തീസിസുകളുടെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്ന സാധനം, അതിനെയാണ് ആന്റി തീസിസ് എന്ന് പറയുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബൂർഷ്വാസും പ്രൊലട്രീറ്റ്സും തമ്മിലുള്ള ക്ലാഷിലൂടെ ഉണ്ടാവുന്ന ഒരു ഔട്ട്പുട്ട് ആന്റിതീസിസ് ആണ് ശരിക്കും കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു മാർക്സ്. സോ ഹെഗലിന്റെ ഐഡിയ ആണ്, ഫിലോസഫിക്കൽ ഐഡിയ ഹെഗലിന്റെയാണ്. അത് മാർക്സ് ദാസ് ക്യാപിറ്റലിൽ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലും അത് പറയുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട്. അത് പ്രാക്ടിക്കലി എങ്ങനെ വയബിൾ ആവുമെന്ന് ഈ രണ്ട് ടെക്സ്റ്റുകളിലും അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് തീസിസ് ആന്റിതീസിസ്. അതായത് തീസിസ് എന്ന് പറയുന്ന തീസിസും ആന്റി തീസിസും ചേർന്നിട്ട് സിന്തസിസ് ആണ് ഉണ്ടാവണം. ഞാനത് അവിടെ മെൻഷൻ ചെയ്തില്ല. thesis is one kind of power and the opposition power is antithesis, അതായത് what is against thesis, and that actually finally results in synthesis. ആ സിന്തസിസ് ആണ് ശരിക്കും കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രണ്ട് പവറുകൾ തമ്മിൽ, രണ്ട് പൊളിറ്റിക്കൽ പാർട്ടികൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നു. വളരെ സിംപ്ലിഫൈഡ് എക്സാമ്പിൾ ആണത്. മീറ്റ് ചെയ്യുമ്പോൾ ഒരു റിസൾട്ട് ഉണ്ടാവുന്നു. ആ റിസൾട്ടിനെയാണ് ശരിക്കും സിന്തസിസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രണ്ട് ഐഡിയോളജീസ് തമ്മിൽ മീറ്റ് ചെയ്യുന്നു. ഇപ്പം കമ്മ്യൂണിസവും നമ്മുടെ ഫ്യൂഡലിസവും തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് ആണ് മാർക്സ് പ്രപ്പോസ് ചെയ്തത്. പക്ഷെ അതിന്റെ ഒരു ഔട്ട്പുട്ടായിട്ട് പല പൊളിറ്റിക്കൽ ഫ്രാക്ഷൻസും ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. സോഷ്യലിസ്റ്റ് ഐഡിയോളജി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ശരിക്കും കമ്മ്യൂണിസത്തിന്റെയും ഫ്യൂഡലിസത്തിന്റെയും തമ്മിലുള്ള എൻകൗണ്ടറിന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും പിന്നീട് ലേറ്റർ തമ്മിലുള്ള എൻകൗണ്ടറിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന, ഫോം ചെയ്തു വരുന്ന ഒരു സംഭവമാണ് ഈ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതാണ് തീസിസ് ആന്റിതീസിസ് സിന്തസിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇനി മറ്റൊരു പെയർ കണ്ടുപിടിച്ച്, അടുത്ത പെയർ ഏതാ? ഇപ്പൊ മൂന്നെണ്ണം നമ്മൾ കണ്ടുപിടിച്ചു. വാൾട്ടർ ബെഞ്ചമിൻ, Frankfurt School. Frankfurt School. Walter Benjamin belongs to the Frankfurt School of Marxism. Okay. മറ്റാരൊക്കെയാ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിലുള്ള? തിയഡോ അഡോണോ, മാക്സ് ഹോക്കിമർ, വാൾട്ടർ ബെന്യാമിൻ, ഹെർബർട്ട് മാർക്യൂസ്, ഇവരൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഓഫ് മാർക്സിസ്റ്റ് തിയററ്റീഷ്യൻസ്. അതിൽ തിയഡോ അഡോണോ, മാക്സ് ഹോക്കിമറുടെ വർക്ക് ദ കൾച്ചർ ഇൻഡസ്ട്രി, ഡയലറ്റിക്സ് ഓഫ് എൻലൈറ്റൻമെന്റ് ഫേമസ് ആയിട്ടുള്ള വർക്കുകളാണ്. പിന്നെ വാൾട്ടർ ബെന്യാമിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക് The work of art in the age of mechanical reproduction. The work of art in the age of mechanical reproduction. Okay, അടുത്തത്. ഇനി ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? റിഫ്ലക്ഷൻ തിയറി, കമ്മോഡിഫിക്കേഷൻ ഓഫ് ലേബർ, റീഫിക്കേഷൻ, ഗോഗി ലൂക്കാസ്, ഹോമോളജീസ്. ഇത്രയാണ് ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ളത്. സോ ഇതിലേതെങ്കിലും കണക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി. റീഫിക്കേഷൻ ഗോഷെ ലൂക്കാസ് ആണ്. അല്ല, റിഫ്ലക്ഷൻ തിയറിയാണ് ഗോഗി ലൂക്കാസിന്റെ വരുന്നത്. റിഫ്ലക്ഷൻ തിയറി, അതായത് സൊസൈറ്റി, ലിറ്ററേച്ചർ ഷുഡ് റിഫ്ലക്ട് ദ സൊസൈറ്റി എന്ന് പറയുന്ന തിയറി. റഷ്യൻ ലിറ്ററേച്ചറിനെയൊക്കെ പുള്ളി ബാൽസാക്കിനെയൊക്കെ എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ് പുള്ളി. കാരണം ലിറ്ററേച്ചർ, അന്ന കരനീനെയൊക്കെ എക്സാമ്പിൾ ആയിട്ട് പുള്ളി പറയുന്നത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ഓഫ് ദി സൊസൈറ്റിയാണ്. ഗോഗി ലൂക്കാസ് വാസ് ആക്ച്വലി എ ഫേമസ് ക്രിട്ടിക് ഓഫ് മോഡേണിസം. കാരണം മോഡേണിസം ശരിക്കും പ്രോപ്പറായിട്ട് സൊസൈറ്റിയെ റിഫ്ലക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞൊരു ക്രിറ്റിസിസം ഒക്കെ പുള്ളി ഉയർത്തുന്നുണ്ട്. സെക്കൻഡ് സ്കൂൾ ഓഫ് മാർക്സിസ്റ്റ് തോട്ടാണ് പുള്ളിയുടെ, ഗോഗി ലൂക്കാസിന്റെ. ക്ലാസിക്കൽ മാർക്സിസ്റ്റുകളല്ല, അതിനുശേഷം വരുന്നതാണ്. റിഫ്ലക്ഷൻ തിയറി ഗോഗി ലൂക്കാസ്. ദെൻ കമ്മോഡിഫിക്കേഷൻ
ഒരുപാട് ടൈമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു പോകാം. കമോഡിഫിക്കേഷൻ, റൈഫിക്കേഷൻ ആണ്. കമോഡിഫിക്കേഷന്റെ വേറൊരു ടേം ആണ് റൈഫിക്കേഷൻ എന്ന് പറയുന്നത്. മാർക്സ് തന്നെ ഉപയോഗിക്കുന്നതാണ് റൈഫിക്കേഷനെ. കമോഡിഫിക്കേഷനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് റൈഫിക്കേഷൻ. സോ ഇതിൽ ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് ഹോമോളജീസ് ആണ് കേട്ടോ. ഹോമോളജീസ്, Homology. ഹോമോളജീസ് എന്ന് പറയുന്ന ടേം ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ലൂഷ്യൻ ഗോൾഡ്മാൻ ആണ്. ഒരു തേർഡ് സ്ട്രീം ഓഫ് സ്ട്രക്ചറലിസ്റ്റ് മാർക്സിസ്റ്റ് ആണ് ലൂഷ്യൻ ഗോൾഡ്മാൻ. അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഹോമോളജീസ് എന്ന് പറയുന്നത്. ഹോമോളജീസ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ദാറ്റ് ആർ പ്രൊഡക്ട്സ് ഓഫ് ദി ട്രാൻസ് ഇൻഡിവിജ്വൽ മെന്റൽ സ്ട്രക്ചർ. അതായത് ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓതറിന്റെ മാത്രം പ്രോഡക്റ്റ് അല്ല, മറിച്ച് ഓതർ എന്ന് പറയുന്ന ആളെ സൊസൈറ്റിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ കോൺഷ്യസ്നെസ് അയാളുടെ മെന്റൽ സ്ട്രക്ചർ ഈസ് ഷെയർഡ് വിതിൻ ദ സൊസൈറ്റി, അല്ലെങ്കിൽ ദാറ്റ് കോൺഷ്യസ്നെസ് ഈസ് ഷെയർഡ് എമംഗ് ദ പീപ്പിൾ. നമ്മൾ ലാംഗ്വേജിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ, അതായത് ലക്കാൻ ലാംഗ്വേജിനെ കുറിച്ച് പറയുന്നത് അൺകോൺഷ്യസ്ലി സ്ട്രക്ചർഡ് ഇൻ ദ ഫോം ഓഫ് ലാംഗ്വേജ് എന്ന് ലക്കാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് യുങ് പറയുമ്പോഴൊക്കെ ഈ സെയിം ഐഡിയ തന്നെയാണ് വരുന്നത്. അതായത് ഒരു നത്തിങ് ഈസ് ബിലോങ്ങിങ് ടു മീനിങ് or idea, anything or everything that doesn't belong to a particular individual, rather, or a specific individual, rather it is a collective ownership of the group of people who are sharing that language. സോ അത് തന്നെയാണ് ഇവിടെ ലൂഷ്യൻ ഗോൾഡ്മാനും പറയുന്നത്. ഹോമോളജീസ് എന്ന് പറയുന്ന ഐഡിയാസ്, ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആർ നോട്ട് ദ പ്രോഡക്ട്സ് ഓഫ് ഇൻഡിവിജ്വൽസ്, റാദർ ദേ ആർ പ്രോഡക്ട്സ് ഓഫ് ദി ട്രാൻസ് ഇൻഡിവിജ്വൽ മെന്റൽ സ്ട്രക്ചർ. ഇവിടെ മെന്റൽ സ്ട്രക്ചർ, ട്രാൻസ് ഇൻഡിവിജ്വൽ മെന്റൽ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും ആ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് തന്നെയാണ്. അതിന്റെ ഒരു വേറൊരു രീതിയിലുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലൂയിസ് അൾത്തൂസർ വാസ് എ സ്ട്രക്ചറലിസ്റ്റ് മാർക്സിസ്റ്റ്. ഐഡന്റിഫൈ മേജർ നോഷൻസ് ഓഫ് അൾത്തൂസേഴ്സ് തിയറി. ഞാൻ എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുണ്ട് അൾത്തൂസറിന്റെ കുറച്ച് തിയറികളുടെ. 1 സെക്കൻഡ്. അൾത്തൂസറിന്റെ കുറച്ച് തിയറികളുടെ എക്സ്പ്ലനേഷൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ തിയറീസിന്റെ ടേംസ് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക. ദാറ്റ് വിച്ച് മേക്സ് ദ പീപ്പിൾ ഒബീഡിയന്റ് ടു സ്റ്റേറ്റ്. അൾത്തൂസർ യൂസ് ചെയ്ത ടേം എന്താണ്? അതിന് അറിയാവോ? സ്ട്രക്ചറലിസ്റ്റ് മാർക്സിസ്റ്റ് ആണ് അൾത്തൂസർ. സോ അൾത്തൂസർ യൂസ് ചെയ്ത ടേം ഒരു അതായത് ദാറ്റ് വിച്ച് മേക്സ് പീപ്പിൾ ഒബീഡിയന്റ് ടു സ്റ്റേറ്റ്. അൾത്തൂസറിന്റെ അഭിപ്രായത്തിൽ എന്താണ് ശരിക്കും ഒരു സ്റ്റേറ്റിനെ ആളുകളെ ഒബീഡിയന്റ് ആക്കുന്നത് ടുവേർഡ്സ് സ്റ്റേറ്റ്? ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഐഡിയോളജി. സോ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞ ടൈം കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? Apparatus. യാ, Yes. ഐഡിയോളജിക്കൽ Yes. സ്റ്റേറ്റ് അപ്പാരറ്റസ്, അതാണ് അതിന്റെ ആൻസർ. ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ്. ദ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ സിസ്റ്റം രണ്ടാമത്തത്. റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ്. യാ, റിപ്രസീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ റിപ്രസീവ് സ്റ്റേറ്റ്. ഓക്കെ. തേർഡ് വൺ, ഡയറക്റ്റ് പൊളിറ്റിക്കൽ പവർ. ഡയറക്റ്റ് പൊളിറ്റിക്കൽ പവർ. ഡയറക്റ്റ് പൊളിറ്റിക്കൽ പവറിനെ ശരിക്കും വിളിക്കുന്ന പവർ എന്നും, there is a classification between power and control. So according to Althusser, direct political power is referred as power and ideological control is referred as control. Ideological control is referred as control and direct political power is called power. രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് പവറും കൺട്രോളും തമ്മിൽ. ഐഡിയോളജിക്കൽ ഇൻഡോക്ട്രിനേഷൻ എന്താണ്? ഐഡിയോളജിക്കൽ ഇൻഡോക്ട്രിനേഷൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ടേമാണ് അൽത്തൂസറിന്റെ. ഏത് ടേമാണ് അത് റെഫർ ചെയ്യുന്നത്? Interpellation. Interpellation. Yeah, interpellation. It's called interpellation. Okay, fine. Next question. The meaning of words are relational. No word can be defined in isolation. The meaning of the words are arbitrary and maintained by convention only. Language constitutes our world. Above are the fundamentals of which critical theory? The meaning of the world are Structuralism. 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 Okay. Structuralism. Fine. ഇത് ആരുടെ നോഷൻസ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന മൂന്നെണ്ണം. ഈ മൂന്ന് ടേംസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ആര് പറഞ്ഞതാണെന്നറിയോ? ആര് പ്രപ്പോസ് ചെയ്താണെന്നറിയോ? ഏത് സ്ട്രക്ചറലിസ്റ്റ് ആയിരിക്കാം ഇത് പറഞ്ഞത്? ഫോർ ദ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് അറിയാവുന്ന സ്ട്രക്ചറലിസ്റ്റ് ആരൊക്കെയാണ്?
Yeah, definitely. Soshurന്റെ ഒപ്പീനിയൻസ് ആണ്, ഐ മീൻ Soshurന്റെ നോഷൻസ് ആണ് ഇതെല്ലാം. The meaning of the world are rational. Words are rational. No word can be defined in isolation. അത് നമുക്കറിയാം. ഡിഫറൻസ് മേക്കിംഗ് മീനിങ്. ഒരു വാക്കും മീൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് മീനിങ് ഉണ്ടാക്കുന്നില്ല, റിലേഷനിലാണ് മീനിങ്, ഡിഫറൻസ് ആണ് മീനിങ് ഉണ്ടാക്കുന്നത്. The meaning of the words are arbitrary and maintained by convention only. So convention ആണ്, അല്ലെങ്കിൽ use of a word in a particular context repeatedly is actually giving meaning. അതായത് ആ വേർഡും അർത്ഥവും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല, ഡയറക്റ്റ് കണക്ഷൻസ് ഒന്നുമില്ല. കൺവെൻഷനിലൂടെയാണ് അല്ലെങ്കിൽ പ്രാക്ടീസിലൂടെയാണ് അത് ആ വാക്ക് ആ അർത്ഥത്തെ ധ്വനിപ്പിക്കുന്നത്. ലാംഗ്വേജ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് അവർ വേൾഡ്. ഡെഫിനറ്റ്ലി അത് സ്ട്രക്ചറലിസത്തിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഐഡിയകളിൽ ഒന്നാണ്. ലാംഗ്വേജ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് വേൾഡ്. അവരെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ലാംഗ്വേജ്. ഐ മീൻ മീനിങ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ലാംഗ്വേജ്. So that I mean language will definitely be world is definitely being constituted by language itself, because what is conceivable to us is only digestible to us, right. We understand the world not through our senses, but how do we understand the world through our senses? Our senses are always kind of processing the signs, I mean taking these visuals or smells or whatever we receive through our senses, they are all converted into symbols or signs, and finally that is the way we conceive the meaning. Language ആണ് എല്ലാം. Language is defining everything. Language, everything, every existence is actually oriented or centered around language. So ഇത് മൂന്ന് philosophical ideasum basically coming from structuralism only. Okay, they are all Soshur's contribution, Soshur's idea. We'll move to the next question. Who is the author? കുറെ ടെക്സ്റ്റുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതിന്റെ ഓതേഴ്സിനെ കണ്ടുപിടിക്കണം. റോ ആൻഡ് ദ കുക്ഡ്, The Savage Mind 1962, S. Barisad, Structuralist Poetics 1975, The Death of the Author. ആരൊക്കെയാണ്? The S bar is the Roland Barthes. Okay. Structuralist Poetics. Jonathan Kuller. Jonathan Kuller. Okay. Then Roe and the Cooked, Levi-Strauss. Yes, Levi-Strauss ആണല്ലോ Roe and the Cooked. Then Savage Mind ആരുടെയാ? Savage Mind Claude Levi-Strauss അല്ലേ? Levi-Strauss തന്നെയാണ്. Levi-Strauss തന്നെയാണ് Savage Mind. ലാസ്റ്റത്തെ Death of the Author Roland Barthes. Okay, fine. ഇതില് റോ ആൻഡ് ദ കുക്ഡ് മിത്തോളജിക്കസ് എന്ന് പറയുന്ന 4 വോളിയം വർക്കിന്റെ ഭാഗമാണ് റോ ആൻഡ് ദ കുക്ഡ്. ഓക്കെ, സാവേജ് മൈൻഡ് അല്ലാതെ സെപ്പറേറ്റ് വരുന്ന ഒരു വർക്കാണ്. റോ ആൻഡ് ദ കുക്ഡിലാണ് ഐ തിങ്ക് ഈ ഡിഫറൻസ് ബിറ്റ്വീൻ നേച്ചർ കൾച്ചർ എന്ന് പറയുന്ന സാധനം ഡിസ്കസ് ചെയ്യുന്നത്. Fine. We'll move on to the next question. Identify the major features of structuralism. Literature has not range of underlying patterns. Things cannot be understood in isolation. Meaning is core or essential inside. They are attributed by the human mind. Words are unmotivated signs. ഇതിൽ എല്ലാ ഫീച്ചേഴ്സും സ്ട്രക്ചറലിസ്റ്റ് അല്ല, പക്ഷെ ചില ഫീച്ചേഴ്സ് സ്ട്രക്ചറലിസ്റ്റ് തന്നെയാണ്. ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും? Things cannot be understood in isolation. Definitely structuralist Words feature. are unmotivated signs. Words are unmotivated signs. അതും സൊഷൂറിന്റെ ഒരു ഇതാണ്, ഒപ്പീനിയൻ ആണ്. Then Meaning is core or essence inside. They are attributed by the human mind. അത് സ്ട്രക്ചറലിസ്റ്റ് നോഷൻ ആണോ? അല്ല. No. കാരണം സ്ട്രക്ചറലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം മീനിങ് ഈസ് നോട്ട് എസൻസ് ഓർ കോർ ഇൻസൈഡ്, റാദർ മീനിങ് ഈസ് ഔട്ട്സൈഡ്. മീനിങ് ഈസ് ആക്ച്വലി അറൌണ്ട്. Meaning is outside, meaning is contextual, meaning is around. They are attributed by human mind. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. They are attributed by human mind. Definitely they are attributed by human mind, and they are always existing around the essence or core. Meaning is actually a kind of a quilt which is actually wrapped around the idea. അത് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് പീറ്റർ ബാരി മറ്റേ എഗ് ചിക്കൻ എഗ് എന്ന് പറയുന്ന ഒരു ഡിഫറൻസ്
ആ ഒരു മെറ്റഫർ ഡിസ്കസ് ചെയ്യുന്നത് ഇത് മനസ്സിലാക്കാനായിട്ട്. ചിക്കൻ എഗ് എന്ന് പറയുന്ന സംഭവം സ്ട്രക്ചറലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എഗ് അല്ല ചിക്കനാണ് ഇമ്പോർട്ടന്റ്. വേർ ഡസ് ഇറ്റ് കം ഫ്രം? ഒരു എഗ് എടുത്തു കഴിഞ്ഞാൽ എഗ് ആണ് അതിന്റെ എസെൻസ്, സെന്റർ എന്ന് പറയുന്നത്. നമ്മൾ എഗ്ഗിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ദേ ഡോണ്ട് സ്റ്റഡി അബൌട്ട് എഗ്, റാദർ ദേ സ്റ്റഡി അബൌട്ട് ചിക്കൻ, ബിക്കോസ് ചിക്കൻ ഈസ് എഗ് ഈസ് കമ്മിങ് ഫ്രം ചിക്കൻ ഓൺലി. അതായത് കോണ്ടെക്സ്റ്റിലേക്ക് പോവുക, കോണ്ടെക്സ്റ്റലൈസ് ചെയ്യുക. സ്ട്രക്ചറലിസം എപ്പോഴും ചെയ്യുന്നതാണ്, കോണ്ടെക്സ്റ്റലൈസ് ചെയ്യുകയാണ്. സോ അതുകൊണ്ട് തന്നെ മീനിങ് ഈസ് നോട്ട് കോർ, മീനിങ് ഈസ് റാദർ അറൌണ്ട് ദ എസെൻസ് ഓഫ്, മീനിങ് ഈസ് ഔട്ട്സൈഡ്. അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പിന്നെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ലിറ്ററേച്ചർ ഈസ് നോട്ട് റേഞ്ച് ഓഫ് അണ്ടർലൈങ് പാറ്റേൺസ്, അതും തെറ്റാണ്. കാരണം സ്ട്രക്ചറലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ലിറ്ററേച്ചർ ഈസ് ആക്ച്വലി റേഞ്ച് ഓഫ് അണ്ടർലൈങ് പാറ്റേൺസ്. അതുകൊണ്ട് ആർക്കിടൈപ്സ് ഒക്കെ അതിൽ വരുന്നത് അതുകൊണ്ടാണ് സ്ട്രക്ചറലിസ്റ്റിൽ വരുന്നത്. മീനിങ് എന്ന് പറയുന്നത് അണ്ടർലൈങ് റെക്കറിങ് പാറ്റേൺസ് ആണ്. കാരണം സ്ട്രക്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ പാറ്റേൺസ്. സ്ട്രക്ചറലിസം തന്നെ പറയുന്നതാണ് മീനിങ് ഈസ് പോസിബിൾ എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് മീനിങ് പോസിബിൾ? കാരണം എവറിത്തിങ് ഹാസ് ആൻ അണ്ടർലൈങ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ഈ അണ്ടർലൈങ് സ്ട്രക്ചർ തന്നെയാണ് അണ്ടർലൈങ് പാറ്റേൺ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലാംഗ്വേജ് എടുക്കുവാണെങ്കിൽ അണ്ടർലൈങ് പാറ്റേൺസ് ഉണ്ട്, ആ പാറ്റേൺസിനനുസരിച്ചാണ് ലാംഗ്വേജ് മൂവ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ സ്ട്രക്ചറലിസം സ്ട്രോങ്ലി ബിലീവ്സ് ദാറ്റ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ലാംഗ്വേജ് ഓർ സ്ട്രക്ചർ ഹാസ് ആൻ അണ്ടർലൈങ് പാറ്റേൺ. Structure is not like a lucid thing. Structure is not like a random thing. Rather, it has a very, very prominent cyclical formation within inside. Okay. So, ഒന്നാമത്തെ പോയിന്റും മൂന്നാമത്തെ പോയിന്റും റോങ് ആണ്. രണ്ടും മൂന്നും റൈറ്റ്, രണ്ടും നാലും റൈറ്റ് ആണ്. We will move on to the next question. Introduction to Psychoanalysis was written by Carl Jung, Jacques Lacan, Rosalind Minsky, Sigmund Freud. Sigmund Freud. Introduction to Psychoanalysis was written by Sigmund Freud in 1920. ഓക്കെ, കാൾ യുങ് ഫ്രോയിഡിന്റെ തന്നെ ഒരു ശിഷ്യനായിരുന്നു. യുങ്ങിന്റെയാണ് കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ലക്കാൻ നമുക്കറിയാം, ലക്കാന്റെ മേജർ കോൺസെപ്റ്റ്സ് മറ്റേ 3 സ്റ്റേജസ് ആണ്. മിറർ സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്, സിംബോളിക്, ഇമാജിനറി, സിംബോളിക് ആൻഡ് മിറർ സ്റ്റേജ്. 3 സ്റ്റേജസിനെ കുറിച്ച് പറയുന്ന ഡെവലപ്മെന്റ് ഓഫ് എ ചൈൽഡ്സ് മൈൻഡ്. റോസലിൻഡ് മിൻസ്കി ആക്ച്വലി ഒരു അത് ഞാൻ പറയുന്നില്ല, അത് ഇറ്റ് ആക്ച്വലി അപ്പിയേഴ്സ് ഇൻ അനദർ ക്വസ്റ്റ്യൻ. ഓക്കെ, ഫൈൻ, ദാറ്റ് ഈസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ആ ഇയറും പ്രത്യേകിച്ച് ഓർത്തിരിക്കണം കേട്ടോ, 1920 ഇൻട്രൊഡക്ഷൻ ടു സൈക്കോ അനാലിസിസ്. കാരണം സൈക്കോ അനാലിസിന്റെ തുടക്കം, സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സ്ട്രീമിന്റെ തന്നെ തുടക്കം ശരിക്കും അവിടെയാണ്. അതുകൊണ്ട് ആ ഇയർ ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. Racial memory is a term proposed by Dash. It is connected to the concept of Dash. ആരാണ് ഇത് പ്രപ്പോസ് ചെയ്തത്? ഏത് കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് റേഷ്യൽ മെമ്മറി കിടക്കുന്നത്? അറിയാവോ? ഇത് സൈക്കോ അനാലിസിസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾക്ക് അറിയാവുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സൈക്കോ അനാലിസ്റ്റ് ആണ് ശരിക്കും ഇതിന്റെ. അല്ല, ഫ്രോയിഡ് അല്ല. സോറി, കാൾ യുങ് ആണോ? കാൾ യുങ്. ഇറ്റ്സ് കാൾ യുങ് ആക്ച്വലി. റേഷ്യൽ മെമ്മറി എന്ന് പറയുന്നത് കാൾ യുങ്ങിന്റെ ഒരു ഐഡിയ ആണ്, നോഷനാണ്. കളക്റ്റീവ് അൺകോൺഷ്യസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്ന ഒരു സംഭവം തന്നെയാണ്. കളക്റ്റീവ് അൺകോൺഷ്യസ് നമുക്കറിയാം സൊസൈറ്റിയിൽ, അതായത് വി ഓൾ ആക്ച്വലി ഷെയർ ദ അൺകോൺഷ്യസ്. കാരണം ലാംഗ്വേജിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഷെയർ ചെയ്യപ്പെടുന്നത്. അൺകോൺഷ്യസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രം സ്വത്തല്ല, മറിച്ച് അൺകോൺഷ്യസ് എന്ന് പറയുന്നത് കളക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിന്റെ ഭാഗമാണ്. എൻ്റെ അൺകോൺഷ്യസും നിങ്ങളുടെ അൺകോൺഷ്യസും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം വി ഷെയർ ദ സെയിം കൈൻഡ് ഓഫ് ലാംഗ്വേജ്, അല്ലെങ്കിൽ വി ഷെയർ through language we almost relate to most of the things that are common to everyone. So അതുകൊണ്ട് തന്നെ അൺകോൺഷ്യസ് എന്ന് പറയുന്ന ഒരു ഷെയർഡ് ഫീച്ചർ ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ റേഷ്യൽ മെമ്മറി പറയുന്നത്. കാരണം അൺകോൺഷ്യസ് ഒരു കളക്റ്റീവ് മെമ്മറി ആവുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ കളക്റ്റീവ് സ്ഫിയർ ആവുമ്പോഴത്തേക്ക് പഴയ ജനറേഷനിൽപ്പെട്ട ആൾക്കാർ മുതലുള്ള സംഭവങ്ങൾ അൺകോൺഷ്യസിലെ റെപ്പോസിറ്ററികളിൽ ഇങ്ങനെ ഡെപ്പോസിറ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അതായത് വാട്ട് എവർ എക്സിസ്റ്റ് ഇൻ ലാംഗ്വേജ് വിൽ ഡെഫിനറ്റ്ലി ബി ദെയർ ഇൻ ദ മൈൻഡ്സ് ഓഫ് പീപ്പിൾ. സോ റേഷ്യൽ മെമ്മറി കൊണ്ട് ഉദ്ദേശിക്കുന്ന റേസിന്റെ കാലാകാലങ്ങളായിട്ടുള്ള ജനതകളുടെ
അവരുടെ മോറൽസും അവരുടെ കൾച്ചറൽ വാല്യൂസും അവരുടെ റിലീജിയസ് കോൺസെപ്റ്റ്സുകളും പ്രാക്ടീസുകളും ബിഹേവിയേഴ്സും എല്ലാം ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഒരു ജനറേഷനിൽ നിന്നും വേറൊരു ജനറേഷനിലൂടെ ത്രൂ കളക്റ്റീവ് അൺകോൺഷ്യസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് ഇതിൽ വരുന്നത്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോഴാണ് ശരിക്കും ആർക്കിടൈപ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് യുങ് റെഫർ ചെയ്യുന്നത്. ആർക്കിടൈപ്സ് റെക്കറിങ് ഇമേജസ് ആണ് ആർക്കിടൈപ്സ്. നമ്മൾ പലപ്പോഴും കാണുന്ന പല പല എന്താ മിത്തുകളിലും കാണുന്ന ഇമേജസ് ഉണ്ട്. അത് റെക്കറിങ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും, അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം ഫിഷർ കിങ് മിത്ത് അല്ലെങ്കിൽ നമ്മള് എന്താ വൈശാലി പോലുള്ള സിനിമകളിൽ കാണുന്ന, വൈശാലി എന്ന സിനിമയിൽ കാണുന്ന ഒരു മിത്ത് ഉണ്ടല്ലോ, അതായത് ഒരു അതിനെ ആർക്കിടൈപ്പ് ആയിട്ട് നമുക്ക് വേണം കണക്കാക്കാൻ പറ്റും. അതായത് ഒരു കേസ്റ്റ് കിട്ടുന്നു, ആ കേസ്റ്റിനെ റെഡീം ചെയ്യാനായിട്ട് ഒരു മുനി വരുന്നു, മുനി വന്നിട്ട് തപസ് ചെയ്യുന്നു. ഈ ഒരു സെയിം മിത്ത്, അതായത് കേഴ്സ് സിൻ, ഈ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ഒരു കേഴ്സ് വരുന്നു, സിന്നു കൊണ്ടാണ് ആ കേഴ്സ് വരുന്നത്, ആ കേഴ്സ് കൊണ്ട് ശരിക്കും ഫാമിൻ വരുന്നു. ഈ ഒരു സംഭവം നമ്മൾ ഈഡിപ്പസിന്റെ മിത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വൈശാലി എന്ന് പറയുന്ന സിനിമയുടെ ആ മിത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫിഷർ കിങ് മിത്ത് എന്ന് പറയുന്ന വേറൊരു മിത്ത് ഉണ്ട്, വെസ്റ്റേൺ മിത്ത്. ജെസി എൽ വെസ്റ്റന്റെ വർക്ക് ഉണ്ടല്ലോ, എന്റെ പേര് ഞാൻ മറന്നുപോയി, ഐ ഡോണ്ട് ഗെറ്റ് ദാറ്റ് നെയിം. ആ വർക്കിൽ പറയുന്ന മിത്താണ് ഫിഷർ കിങ് മിത്ത്. അപ്പൊ ഈ Ritual to Romance ആണ്. യെസ്, റിച്വൽ ടു റൊമാൻസ്, ഫ്രം റിച്വൽ ടു റൊമാൻസ്. ആ വർക്കിലൊക്കെ പറയുന്ന ആ ഒരു മിത്ത് എന്ന് പറയുന്നത് പല കോണ്ടെക്സ്റ്റുകളിലും, പല കൾച്ചറൽ കോണ്ടെക്സ്റ്റുകളിലും, പല ലാംഗ്വേജുകളിലും ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ആർക്കിടൈപ്സ് എന്ന് പറയുന്നത്, റെക്കറിങ് ആയിട്ടുള്ള ഇമേജസ് എന്ന് പറയുന്നത്. സോ റേഷ്യൽ മെമ്മറി ആ ഒരു കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം കോയിൻ ചെയ്യുന്ന ഒരു ടേം ആണ്. We will move on to the next question. Who was called the French Freud? Lacan. Yes, Jacques Lacan was called the French Freud because mainly because he refined most of the concepts of Freud, especially his erocentric ആയിട്ടുള്ള പുള്ളിയുടെ അൺകോൺഷ്യസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ മൈൻഡിനെ കുറിച്ചുള്ള അനാലിസിസിനെയൊക്കെ ഒരുപാട് റിഫൈൻ ചെയ്ത് അതിനെ കുറച്ചുകൂടെ റാഷണൽ ആക്കിയത് ശരിക്കും ലക്കാനാണ്. അതുകൊണ്ടാണ് ലക്കാനെ നമ്മൾ ഫ്രഞ്ച് ഫ്രോയിഡ് എന്ന് വിളിക്കുന്നത്. Okay, next question. Juliet Mitchell, Psychoanalysis and Feminism. Mary Jacobs, Reading Woman. Nancy Cowderow, Feminism and Psychoanalytic Theory. Rosalind Minsky, Psychoanalysis and Gender, an introductory reader. The above are what category of books, or what category of works? They are a school of writers. ഏതാണ് ആ സ്കൂൾ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? എല്ലാം ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ് ആണ്. ഫെമിനിസ്റ്റ് ആണ് ഡെഫിനറ്റ്ലി, കാരണം നമുക്കറിയാം ഫെമിനിസം അതിൽ വന്നിട്ടുണ്ട്. ഫെമിനിസ്റ്റ് മാത്രമല്ല അവർ, ദേ ആർ നോട്ട് ജസ്റ്റ് ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ്, ദേ ആർ അസോസിയേറ്റഡ് വിത്ത് ലാർജ് സ്കൂൾ ഓഫ് തോട്ട്. ഗൈനോക്രിറ്റിസിസം അത് ഫെമിനിസത്തിനുള്ളിൽ വരുന്നതല്ലേ, അല്ലെങ്കിൽ ഷോവാൾട്ടർ മാത്രം നിൽക്കുന്ന ഒരു ഏരിയ അല്ലേ? അല്ല, ഞാൻ ഗൈനോക്രിറ്റിസിസം എന്ന് പറയാൻ പറ്റില്ല, ഗൈനോക്രിറ്റിസിസം അല്ല. ഇതൊരു ലാർജർ കൾച്ചറൽ തിയററ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് തിയററ്റീഷ്യൻസ് ആണ്. ഞാനിത് ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മളിപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഇതിൽ ഒരു പേര് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത് പോയതാ. അതിൽ റോസലിൻഡ് മിൻസ്കിയെ ഞാൻ പറഞ്ഞിരുന്നു, കാരണം അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രിട്ടിക് ആയതുകൊണ്ട്. സൈക്കോ അനാലിസിസ് ആൻഡ് ജെൻഡർ, ഇതിൽ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് പല ടൈറ്റിലും വരുന്നുണ്ട്. സോ യു വിൽ ഹാവ് ടു, you don't want to actually guess. It's already straight. It's already there straight. Yeah. Psychoanalytical, feminist psychoanalysis ആണ്. Psychoanalytic ഫെമിനിസം ആയിട്ടുള്ള കോമ്പിനേഷനിൽ വരുന്ന റൈറ്റേഴ്സ് ആണ് ഇവരെല്ലാവരും. ഫെമിനിസ്റ്റ് സൈക്കോ അനാലിസിസ് എന്ന് പറയാം. ഓക്കെ, അതിൽ റോസലിൻഡ് മിൻസ്കി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ജൂലിയറ്റ് മിച്ചലും ഇമ്പോർട്ടൻ്റ് ആണ്, ഈ രണ്ട് റൈറ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. Okay, fine. The internalization of social standards of morality and propriety, socialization, morality, cultural adaptation are part of which functional aspect of mind? The internalization of social standards of morality and propriety, socialization, morality, cultural adaptation are part of which function aspect of mind? ശരിയും സൂപ്പർ ഈഗോ ആണോ? സൂപ്പർ ഈഗോ. ഒന്നുകൂടെ ആലോചിച്ച് നോക്കി, സൂപ്പർ ഈഗോ ആണോ?
ആണോ? എന്തുകൊണ്ടാ സൂപ്പർ ഈഗോ ആണെന്ന് പറയാൻ കാരണം? സൂപ്പർ ഈഗോയിൽ അല്ലേ നമ്മളുടെ നമ്മളുടെ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വരുന്ന നമ്മളുടെ മൊറാലിറ്റിയും സോഷ്യൽ സിസ്റ്റമിനോടുള്ള അത് തന്നെ. കാരണം സൂപ്പർ ഈഗോയിലാണ് സൊസൈറ്റി വരുന്നത്. ശരിക്കും സൊസൈറ്റിയുടെ ഇന്റർവെൻഷൻ വരുന്നത് സൂപ്പർ ഈഗോയിലാണ്. ഇതിൽ നമ്മുടെ ഇൻസ്റ്റിങ്ച്വൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഈഗോയിൽ വരുമ്പോൾ which tries to best it can be to negotiate the conflicts between insatiable demands of the id, the impossible to strengthen the requirement of the super ego, and limited possibilities of signification offered by reality. സൂപ്പർ ഈഗോ എന്ന് പറയുന്ന സൊസൈറ്റിയുടെ റെല്ലമാണ് ശരിക്കും. സൂപ്പർ ഈഗോ കൺട്രോളിന്റെ റെലമാണ്. ദ ഇന്റേണലൈസേഷൻ ഓഫ് സോഷ്യൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് മൊറാലിറ്റി ആൻഡ് പ്രൊപ്പീരിറ്റി. സോഷ്യലൈസേഷൻ, മൊറാലിറ്റി, കൾച്ചറൽ അഡാപ്റ്റേഷൻ, ഇതെല്ലാം നടക്കുന്ന സൂപ്പർ ഈഗോയുടെ, അല്ലെങ്കിൽ ഇതെല്ലാം പ്രപ്പോസ് ചെയ്യുന്ന സൂപ്പർ ഈഗോയാണ്. സോ അതുകൊണ്ട് തന്നെ അത് ഫ്രോയിഡിന്റെ ടേമിൽ സൂപ്പർ ഈഗോയാണ് ശരിക്കും ഞാൻ ഈ പറയുന്ന എക്സ്പ്ലനേഷനെ ഇംപ്ലൈ ചെയ്യുന്നത് സൂപ്പർ ഈഗോയാണ്. ഓക്കെ, ഫൈൻ. The transcendental signified appears in which school of thought and what does it signify? ഡീകൺസ്ട്രക്ഷൻ ആണ്. ശരിക്കും സ്കൂൾ ഓഫ് തോട്ട് പറയുമ്പോൾ ഏതാ? സ്ട്രക്ചറലിസം. സ്ട്രക്ചറലിസം ആണോ? പോസ്റ്റ് സ്ട്രക്ചറലിസം. യെസ്, പോസ്റ്റ് സ്ട്രക്ചറലിസം. ഇത് പോസ്റ്റ് സ്ട്രക്ചറലിസത്തിന്റെ ഭാഗമാണ്. അതിൽ ഡീകൺസ്ട്രക്ഷണൽ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ട്രാൻസെൻഡന്റൽ സിഗ്നിഫൈഡ് അപ്പിയേഴ്സ് ഇൻ വിച്ച് സ്കൂൾ ആൻഡ് വാട്ട് ഡസ് ഇറ്റ് സിഗ്നിഫൈ. എന്താണ് അതിന്റെ അർത്ഥമാക്കുന്നത്? എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു ഗോഡ് പോലത്തെ ഒരു കോൺസെപ്റ്റ്. ട്രാൻസെൻഡന്റൽ സിഗ്നിഫൈഡ് ആണ്. അബ്സ്ട്രാക്ട്. യെസ്, കൈൻഡ് ഓഫ്. അത് ഞാൻ ഒരു ക്വസ്റ്റിനോടെ അത് അപ്പിയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതോട് നോക്കിയിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറയാം. Next, the whole of the absent meaning that makes the utterance to have a meaning of its own. ഇത് പോസ്റ്റ് സ്ട്രക്ചറലിസം ഡീകൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് എക്സ്പ്ലനേഷൻസ് ആണ്. ഏത് ടേമിനെയാണ് ഈ എക്സ്പ്ലനേഷൻസ് റെഫർ ചെയ്യുന്നത് എന്ന് പറയാമോ? The whole of the absent meaning that make the utterance to have a meaning of its own. അപ്പോറിയ ആണോ? അപ്പോറിയ ആണോ? The whole of absent meaning, അതായത് ആബ്സെന്റ് മീനിങ്ങുകൾ മേക്കിംഗ് ദ അട്ടറൻസ് ടു ഹാവ് എ മീനിങ് ഓഫ് ഇറ്റ്സ് ഓൺ. ഒരു മീനിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആബ്സെൻസ് ഓഫ് മീനിങ് ഉള്ളത് കൊണ്ടാണ് മീനിങ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് പ്ലെയിൻലി പറയുവാണെങ്കിൽ പറയുന്നത്. ഈ ഒരു ലോജിക്ക് എവിടെയാ വരുന്നത് ശരിക്കും? ഈ ലോജിക്ക് ശരിക്കും വരുന്നത് സ്ട്രക്ചറലിസ്റ്റ് ലോജിക്കാണ്. മീനിങ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു? ആബ്സെൻസ് ഓഫ് മീനിങ്ങിലാണ് മീനിങ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ഡിഫറൻസിലാണ് മീനിങ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഹോൾ ഓഫ് ആബ്സെന്റ് മീനിങ്സ് ദാറ്റ് മേക്സ് ദ അട്ടറൻസ് ടു ഹാവ് എ മീനിങ് ഓഫ് ഇറ്റ്സ് ഓൺ. അപ്പൊ ഇത് ശരിക്കും അപ്പോറിയ അല്ല. അപ്പോറിയ വേറെയാണ്. ഇത് ശരിക്കും ഡെറിഡയുടെ തന്നെ ഒരു കോൺസെപ്റ്റ് ആണ്. ട്രേസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ട്രേസ് അതായത് ഡെറിഡ പറയുന്നതനുസരിച്ച് ഒരു വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതിൽ തന്നെ ഫുൾഫിൽഡ് അല്ല. അതിന്റെ അർത്ഥം അതിൽ തന്നെ ഫുൾഫിൽഡ് അല്ല. ആ വാക്കിന് ഒരുപാട് ട്രേസസ് ഉണ്ട്. അതായത് ഒരുപാട് മറ്റർത്ഥങ്ങളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റീസ്, അല്ലെ ഒരുപാട് പാസ്റ്റ് ഉണ്ടെന്ന് പറയാം. ഒരുപാട് പാസ്റ്റ് ഉണ്ട് ആ വാക്കിന്റെ അർത്ഥത്തിന്. നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ ചൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാത്തത്. പക്ഷെ ഇഫ് യു ആർ ടു കൺസിഡർ എ മീനിങ് ഓഫ് എ വേർഡ്, ഇറ്റ് വിൽ ഹാവ് ഡെഫിനറ്റ്ലി എ നമ്പർ ഓഫ് ഇന്യൂമറബിൾ മീനിങ്സ് ദാറ്റ് ആർ കൺസിഡർ ടു ബി ഇറ്റ്സ് പാസ്റ്റ്. സോ അതിനെയാണ് ട്രേസ് എന്ന് പറയുന്നത്. Okay, a self-certifying and self-sufficient ground or foundation available to us totally outside the play of language itself is called ഏതാണ്? ട്രാൻസെൻഡന്റൽ സിഗ്നിഫയർ ആണ്. യെസ്, അതാണ് ട്രാൻസെൻഡന്റൽ സിഗ്നിഫയർ ആണ് ശരിക്കും. എ സെൽഫ് സർട്ടിഫൈങ് ആൻഡ് സെൽഫ് സഫിഷ്യന്റ് ഗ്രൗണ്ട്, ഫൗണ്ടേഷൻ അവൈലബിൾ ടു us outside, ടോട്ടലി ഔട്ട്സൈഡ് ദ പ്ലേ ഓഫ് ലാംഗ്വേജ് ഇറ്റ്സെൽഫ്. അതിനെയാണ് ശരിക്കും ട്രാൻസെൻഡന്റൽ സിഗ്നിഫയർ എന്ന് പറയുന്നത്. കാരണം ആ സിഗ്നിഫയറിന് വേറൊരു സിഗ്നിഫയറിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. കാരണം ദാറ്റ്സ് ബിയോണ്ട് ദ ലാംഗ്വേജ്. ലാംഗ്വേജിൽ എങ്ങനെയാണ് മീനിങ് ഉണ്ടാവുന്നത്? ഡിഫറൻസിലൂടെയാണ് ഉണ്ടാവുന്നത്. അതായത് സിഗ്നിഫയറും തമ്മിലുള്ള കണക്ഷൻ വരുന്ന ഡിഫറൻസിലൂടെയാണ്. പക്ഷേ ഈ ട്രാൻസെൻഡന്റൽ സിഗ്നിഫയറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യമില്ല. കാരണം അതിന് ഒന്നിനോടും റെഫർ ചെയ്യാതെ തന്നെ അതിന് സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റും. അതുകൊണ്ടാണ് പലപ്പോഴും ഡീകൺസ്ട്രക്ഷനിസ്റ്റുകൾ ഗോഡിനോട്, കാരണം ഗോഡ് എന്ന് പറയുന്ന മീനിങ്ങിനെ cannot be changed
in a simple, for a believer, he cannot change the meaning of the God. കാരണം അത് ആപേക്ഷികമായിട്ട് നിൽക്കുന്ന ഒരു അർത്ഥമല്ല ഗോഡ് എന്ന് പറയുന്നത്. ഗോഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗിവൺ മീനിങ്, ഇറ്റ്സ് ഓൾവേസ് കോൺസ്റ്റന്റ് മീനിങ്. സോ അതിനെയാണ് ട്രാൻസെൻഡന്റൽ സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി അൺറീച്ചബിൾ for changes, or unreachable for signifier to modify its meaning. അതുകൊണ്ട് തന്നെ ഡെറിഡ പറയുന്നത് ഇറ്റ് ഈസ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് ദി സിസ്റ്റം ഓഫ് ലാംഗ്വേജ്. അതാണ് സെന്റർ ഈസ് ഔട്ട്സൈഡ്, സെന്റർ ഈസ് ഇൻസൈഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഗോഡിനെ സെന്റർ ആയിട്ട് കാണുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇൻസ്യൂപ്പറബിൾ ഡെഡ്ലോക്ക് ഓർ എ ഡബിൾ ബ്ലൈൻഡ് എന്താണത്? Aporia. അതാണ് അപ്പോറിയ ശരിക്കും. അതായത് ഇമ്പോസിബിലിറ്റി ആണ് അപ്പോറിയ എന്ന് പറയുന്നത്. ഡെഡ് ലോക്ക് ആണ്. മീനിങ് ഇനി ഉണ്ടാവാൻ ഇതിന്റെ അപ്പുറത്തോട്ട് മീനിങ് ഇല്ല, പോസിബിൾ അല്ലാത്ത അവസ്ഥയാണ് ശരിക്കും അപ്പോറിയ എന്ന് പറയുന്നത്. ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ് റിയാലിറ്റി. ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ് റിയാലിറ്റി ട്രാൻസെൻഡന്റൽ സിഗ്നിഫൈഡ് ആണ്. ട്രാൻസെൻഡന്റൽ സിഗ്നിഫയർ ആണ്. മെറ്റഫിസിക്സ് ഓഫ് പ്രസൻസ്, ട്രാൻസെൻഡന്റൽ സിഗ്നിഫയർ അല്ല, മെറ്റഫിസിക്സ് ഓഫ് പ്രസൻസ്. അതിനെയാണ് ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ് റിയാലിറ്റി. മെറ്റഫിസിക്സ് ഓഫ് പ്രസൻസ് അതിനെയാണ് ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ് റിയാലിറ്റി എന്ന് പറയുന്നത്. അതും ഡെറിഡ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. Art exists that one may recover the sensation of life. It exists to make one feeling things, to make the stone stony. The purpose of art is to impart the sensation of things as they are perceived and not as they are known. The technique of art is to make objects unfamiliar, to make the form difficult, to increase the difficulty and the length of the perception, because the process of perception is an aesthetic end in itself and must be prolonged. Who, where, what? Victor Shklovsky. Okay, Victor Shklovsky. ഏത് Art as technique. ടെക്നിക്കില് എന്തിനെ കുറിച്ച് പറയുന്നതാണ്? ഡീഫെമിലിയറൈസേഷനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഫൈൻ. Roman Jakobson, Philip Fedrovich Fortunato, Yuri Tinianov belong to which school of studies? ഏത് സ്കൂൾ ഓഫ് സ്റ്റഡീസ് ആണ്? They all belong to Moscow Linguistic Circle. Okay, Moscow Linguistic Circle. ഒപ്പോയാസ് മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിൾ രണ്ട് മെയിൻ ആയിട്ടുള്ള ഡിവിഷൻസ് ആണ് ഉണ്ടായിരുന്നത് റഷ്യൻ ഫോർമലിസത്തിൽ. അതിൽ മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിളിലാണ് പെടുന്ന ആൾക്കാരാണ് റോമൻ യാക്കബ്സനും ഫിലിപ്പ് ഫെഡ്രോവിച്ച് ഫോർച്യുനാറ്റോഫ് ആൻഡ് യൂറി ചിന്യാനോഫ്. ഒപ്പോയാസിൽ വരുന്നത് വിക്ടർ സ്ലോവിസ്കി, ബോറിസ് സിക്കൻബർഗ്, റെനെവെലെക് ആൻഡ് യാൻ മക്കാരോവ്സ്കി. Okay, fine. We'll move on to the next question. Art gives access to truth which is not accessible to science. To squeeze the last drop of meaning out of a text, close reading, the lemon squeezing method. Language of poetry is a language of paradox. Genre differences were ignored. ഏത് സ്കൂൾ ഓഫ് തോട്ടിന്റെ ഫീച്ചേഴ്സ് ആണ്? New criticism. Definitely new criticism. ഭയങ്കര എവിഡന്റ് ആണ്. കാരണം ക്ലോസ് റീഡിങ്ങും ലെമൺ സ്ക്യൂസിംഗ് മെത്തേഡ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ന്യൂ ക്രിറ്റിസിസം ആണ്. റഷ്യൻ ഫോർമലിസത്തിന്റെ അമേരിക്കൻ വേർഷൻ ആണ് ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. വി എൻഡ് വിത്ത് ദാറ്റ്. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ?